അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗ്ഗത്തിലെ കർത്താവ് എന്ന് നമുക്കായി തന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദി കൂടി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. 2024 അവസാനത്തെ ഞായറാഴ്ച വരെ ദൈവം നമ്മളെ കൊണ്ടുവന്നു. ആരോഗ്യം, ബലത്തോടും ആയുസ്സോടും സഭയിലെ എല്ലാ ദൈവമക്കൾക്കും ആരോഗ്യം, ബലവും ആയുസ്സും സമാധാനം, സന്തോഷവും നൽകി ദൈവം കൊണ്ടുവന്നു. പ്രതികൂലമോ ഉണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു, അവിടെ വീണ് പോയെന്ന് ഓർത്തു, തീർന്നെന്ന് ഓർത്തു. പക്ഷെ അവിടെ നിന്നെല്ലാം ദൈവം നമ്മളെ എന്ത് ചെയ്തു? കൈപിടിച്ചു ഉയർത്തി, ദൈവം മാനിച്ചു. ദൈവം പറഞ്ഞു, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളെ അല്ലെങ്കിൽ നിന്റെ മേൽ കിടക്കുന്ന അനുഗ്രഹങ്ങളെ ആർക്കും തടയുവാൻ കഴിയത്തില്ല. ആരും വിധിച്ചാലും ആ വിധിയൊന്നും നിനക്ക് ഏൽക്കില്ല എന്ന് പൂർണ്ണമായി മനസ്സിലാക്കി ദൈവം നമ്മളെ കരം പിടിച്ച് ഉയർത്തിയത് കൊണ്ടാണ് ഇന്ന് പകൽ നമുക്ക് വന്നിരിക്കാൻ ഭാഗ്യം ലഭിച്ചത്. സ്തോത്രം. 2024 ഒരു വർഷം 365 ദിവസം എന്ന് പറയുന്നത് പുണ്യലിയൊന്നുമല്ല, അല്ലയോ? 365 ദിവസവും ദൈവം നമ്മളെ പോറ്റി. ഇനി 2 ദിവസത്തോടെ ഉള്ളൂ 365 എന്ന് പറയാൻ, 2 ദിവസത്തോടെ ഉള്ളൂ. ദൈവം നമ്മളെ അനുഗ്രഹമായി പോറ്റി, ഒന്നിനും കുറവില്ലാതെ പോറ്റി ദൈവം നമ്മളെ കൊണ്ടുവന്നു എങ്കിൽ ആ ദൈവത്തിന്റെ വാഗ്ദത്തവും നന്മയും അനുഗ്രഹവും ആരും തരും? ദൈവം തരും. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ വാഗ്ദത്ത ദൂതുകൾ, നന്മകൾ, അനുഗ്രഹങ്ങളെല്ലാം വെളിപ്പെടും. സ്തോത്രം. ഇന്ന് സ്തോത്രം, ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഞാൻ പ്രിയ ദൈവമക്കളെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. നമ്മൾ മറ്റാരെ അനുകരിക്കാൻ പോകണ്ട, നമ്മൾ ആരെ അനുകരിച്ചാൽ മതി. സ്തോത്രം. കർത്താവായ യേശു നമുക്കൊരു മാതൃക പറഞ്ഞു തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ വചനത്തിനകത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു മാതൃക എന്ന് പറഞ്ഞാൽ എന്നെ അനുഗമിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ എന്റെ ശിഷ്യന്മാരെ അനുഗമിക്കാൻ പറഞ്ഞിട്ടില്ല. സ്തോത്രം. കർത്താവ് മറ്റാരെ അനുഗമിക്കാൻ പറഞ്ഞിട്ടില്ല. മറ്റാരെയും അനുഗമിക്കുവാനുള്ള യോഗ്യത മറ്റാർക്കുമില്ല. യോഗ്യതയുള്ള ഒറ്റ ഒരാളുണ്ടെങ്കിൽ ആകാശത്തിന് കീഴിലും ഭൂമിക്ക് മീതയിലും ഒറ്റ ഒരാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. സ്തോത്രം. അപ്പൊ യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്താൽ മതി? ഫോളോ ചെയ്താൽ മതി. ഈ പെന്തിക്കോസ്ത് സഭ എന്ന് പറഞ്ഞ് എല്ലാ പെന്തിക്കോസ്ത് സഭയല്ല, എല്ലാ പാസ്റ്റർമാരും എന്ന് പറഞ്ഞ് പാസ്റ്റർ അല്ല, എല്ലാ വിശ്വാസി എന്ന് പറഞ്ഞാൽ വിശ്വാസി അല്ല. സ്തോത്രം. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. സ്തോത്രം. ഞായറാഴ്ച അല്ല, ഡിസംബർ 25 വന്നിട്ട് പറയുക, ഞാനൊരു ക്രിസ്മസ് സന്ദേശം തരുമെന്ന് പറഞ്ഞ് സന്ദേശം ഇടുന്ന മാർഗമല്ല പെന്തിക്കോസ്ത് മാർഗം. അതിന്റെ കാര്യം എന്തുവാ? 25 ഒരു പാസ്റ്റർ വന്നിട്ട് പറയുക, ഞാനൊരു ക്രിസ്മസ് സന്ദേശം ഇന്ന് നിങ്ങൾക്ക് തരാൻ പോവുക എന്ന് പറഞ്ഞ് സന്ദേശം ഇടുന്ന മാർഗമല്ല പെന്തിക്കോസ്ത് മാർഗം. നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായോ? കാര്യം എന്താ? ഒന്ന് ഞാൻ വ്യക്തമാക്കി പറയാം. ഡിസംബർ 25 അല്ല യേശു ജനിച്ചത്. ബൈബിൾ പറയുന്നില്ല. തണുപ്പുള്ള രാത്രി എന്ന് മാത്രമേ പറയുന്നു. ഇന്നിപ്പോ ഡിസംബറിലൊന്നും തണുപ്പൊന്നുമില്ല. ഉണ്ടോ? 2-3 കൊല്ലത്തിന് മുമ്പ് അല്ലെങ്കിൽ 10 കൊല്ലത്തിന് മുമ്പുള്ള തണുപ്പ് ഈ കൊല്ലത്തിലുണ്ടോ? തണുപ്പുള്ള രാത്രിയിലാണ് യേശു ജനിച്ചതെന്ന്, കാൽവരി ക്രൂശിനകത്ത് അല്ലെങ്കിൽ ബേത്ലഹേമിനകത്ത് യേശു ജനിച്ചെന്ന് ദൈവം പ്രമാണം പഠിപ്പിക്കുന്നു. തണുപ്പുള്ള രാത്രി. പക്ഷേ ഡിസംബർ 25 എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. യേശു ജനിച്ചോണ്ടെന്ന് തെളിവുണ്ട്. യേശു നമുക്ക് വേണ്ടി ജീവിച്ചെന്ന് തെളിവുണ്ട്. ദൈവത്തിന്റെ പ്രമാണത്തിനകത്ത് ശക്തമായ തെളിവുണ്ട്. യേശു ജനിച്ചെന്നുണ്ട്, യേശു ജീവിച്ചെന്നുണ്ട്, യേശു നമുക്ക് വേണ്ടി മരിച്ചെന്നുണ്ട്, യേശു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റെന്നുണ്ട്, യേശു നമ്മളെ ചേർക്കുമെന്നുണ്ട്. ഞാൻ 25 ചില പാസ്റ്റർമാര് സഭയ്ക്കകത്ത് വന്നിട്ട് കരോട് പരിപാടി, ഇതെല്ലാം ഒരു കൂത്തല്ല. ഇതൊന്നും പരിഷ്കാരം, ഓരോ ആളുകളും ഓരോന്ന് കാണുന്നതനുസരിച്ച് പരിഷ്കാരം ഉണ്ടാക്കേണ്ട മാർഗമല്ല ഈ മാർഗം. അന്നും ഇന്നും വചനം മാറിയിട്ടില്ല. അന്നും ഇന്നും വചനത്തിനകത്ത് വള്ളിപുള്ളി മാറിയിട്ടില്ല. വള്ളിപുള്ളി തെറ്റിക്കുന്നവനെ ദൈവത്തിന് വേണ്ട, ആ സഭയെ ദൈവത്തിന് വേണ്ട, ആ ശുശ്രൂഷകനെ ദൈവത്തിന് വേണ്ട. വള്ളിപുള്ളി തെറ്റിക്കാതെ, ഈ വള്ളിപുള്ളിക്കകത്ത് ഭയം കൊടുത്ത് ഒരു വള്ളിപുള്ളി പോലും തെറ്റിക്കാതെ ഈ വചനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അപ്പൊ 25 വന്നിട്ട് ഞാൻ ക്രിസ്മസ് ആ വാക്ക് പോലും ഉപയോഗിക്കില്ല പ്രിയ ദൈവമക്കളെ. അത് എന്തുകൊണ്ടാ പാസ്റ്റർ? നമ്മളെ ക്രിസ്ത്യൻസിന് വേണ്ടിയല്ലയോ അവരെ സംസാരിക്കുന്നത്? യേശു ക്രിസ്തുവിന് വേണ്ടിയല്ലയോ സംസാരിക്കുന്നത്? നിങ്ങൾ ചോദിക്കാം. യേശു ക്രിസ്തു വർഷത്തിൽ ഒരു വട്ടമല്ല ജനിച്ചത്. യേശു ക്രിസ്തുവിനെ എന്നും നമ്മൾ അറിയാൻ തുടങ്ങി. യേശു ക്രിസ്തു നമ്മളെ മുമ്പേ അറിഞ്ഞിട്ടുണ്ട്.
അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുമ്പേ യേശു ക്രിസ്തു നമ്മളെ കണ്ടിരിക്കുക, നമ്മളെ വിളിച്ചിരിക്കുക, പേർ ചൊല്ലി വിളിച്ചെന്ന വചനം പറയുന്നു. എങ്കിൽ യേശു ക്രിസ്തു നമ്മളെ പേർ ചൊല്ലി വിളിച്ചു. പക്ഷെ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒരു സമയമുണ്ട് നമുക്ക്, ഇല്ലേ? അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ പേർ ചൊല്ലി വിളിച്ചെന്ന് പറഞ്ഞ ക്രിസ്തുവിനെ നമ്മൾ കണ്ടില്ല. ക്രിസ്തുവിനെ നമ്മൾ കണ്ടപ്പെടാം. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോഴാണ് യഥാർത്ഥമായിട്ട് നമ്മൾ ക്രിസ്തുവിനെ അനുഭവിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ക്രിസ്തു എനിക്ക് വേണ്ടി ജനിച്ചേക്കുമോ? അന്ന് മുതൽ ഞാൻ സ്നാനപ്പെട്ട് സ്നാനക്കുളത്തിൽ നിന്ന് കയറിയപ്പോ മുതൽ ആരെനിക്ക് വേണ്ടി ജനിച്ചിട്ടുണ്ട്? ക്രിസ്തു എനിക്ക് വേണ്ടി ജനിച്ചിട്ടുണ്ട്. അത് എല്ലാ കൊല്ലവും അതെനിക്ക് ഓർമ്മപ്പെടുത്തുന്ന കാര്യമില്ല. എല്ലാ കൊല്ലം ഓർമ്മപ്പെടുത്തുന്നതിന്റെ കാര്യം എന്തുവാ? ആ കൊല്ലങ്ങൾ മാത്രമേ ക്രിസ്തു അവർക്ക് ജനിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ കൊല്ലവും ഓർമ്മപ്പെടുത്തുന്നതിന്റെ കാര്യം എന്തുവാ? ക്രിസ്തു ആ സമയത്താണ് ജനിച്ചെന്നാ അവരുടെ ചിന്ത. അല്ല, എനിക്ക് എന്നും ക്രിസ്തുമസാണ്, എന്നും ഞാൻ ആഘോഷത്തിലാണ്. കാര്യം എന്തുവാ? ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ മുതൽ എനിക്കൊരു രക്ഷിതാവുണ്ട്. എനിക്ക് എന്നും എന്റെ നടപ്പിലും പോക്കിലും എന്റെ വരവിലും എന്റെ ആപത്തിലും എന്റെ സന്തോഷത്തിലും എല്ലാപ്പോഴും എനിക്കൊരു പ്രത്യാശയുണ്ട്. എന്തുവാ? ഞാൻ ക്രിസ്തുവിന്റെ പൈതലാ. ക്രിസ്തു എനിക്ക് വേണ്ടി ജനിച്ചിട്ടുണ്ട്. 2024 വർഷത്തിന് മുമ്പ് കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച ക്രിസ്തു എനിക്ക് വേണ്ടി, എന്റെ ക്രിസ്തു എനിക്ക് വേണ്ടി ജനിച്ചിട്ടുണ്ട്. എന്റെ രക്ഷിതാവ് എനിക്ക് വേണ്ടി ജനിച്ചിട്ടുണ്ട്. ഞാൻ ക്രിസ്തുവിനെ അറിയുന്ന നാൾ മുതൽ എന്റെ ജീവിതത്തിനകത്ത് എന്നും എനിക്ക് ക്രിസ്തുമസ് കാര്യമുണ്ടോ? അതെല്ലാം വർഷവും ഒരു ദിവസം എടുത്ത് ആരാധിക്കേണ്ട കാര്യവും സന്തോഷിക്കേണ്ട കാര്യമില്ല. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം എന്റെ ക്രിസ്തു എനിക്ക് വേണ്ടി ജനിച്ചിട്ടുണ്ട്. ക്രിസ്തു എനിക്ക് വേണ്ടി എന്തുണ്ട്? ജനിച്ചിട്ടുണ്ട്. അതെല്ലാം വർഷവും ഓർമ്മപ്പെടുത്തുന്ന കാര്യമില്ല. എല്ലാ വർഷവും ഓർമ്മപ്പെടുത്തുമ്പോഴാണ് അറിയുന്നത്, അയ്യോ ക്രിസ്തു എനിക്ക് വേണ്ടി ജനിച്ചത്. അതിന്റെ ആവശ്യമില്ല. സ്വന്തം ചിലർ പറയാം അപ്പോഴും സൂക്ഷിച്ചേട്ട, ഒരിക്കലും അങ്ങനെയൊന്നും സൂക്ഷിച്ചേട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കർത്താവിന്റെ അമ്മയുടെ ഉദരത്തിലെ ഒരാളെ ഉരുവാകുന്ന മുമ്പേ കർത്താവ് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ എവിടെ ഇരുന്നാലും ദൈവത്തെ അറിയേണ്ട സമയത്ത് അവൻ ദൈവത്തെ അറിയും. അവൻ വരേണ്ട സമയത്ത് വരും. അല്ലാതെ അന്നത്തെ ദിവസം ഒരു പ്രത്യേകമായിട്ടൊന്നും പറയാൻ സാന്താക്രൂസ് ഒന്നും ബൈബിളിനകത്തില്ല. സാന്താക്രൂസ് എല്ലാം ഉണ്ടാക്കിയത് ഒരു മനുഷ്യന്റെ കൽപ്പനകൾക്കകത്ത് അവർ ഉണ്ടാക്കിയതാണ്. പ്രൈസലോ, അതിനെ എടുത്ത് എഴുന്നേറ്റ് സാന്താക്രൂസ് സമ്മാനം കൊണ്ടുവരും, പ്രൈസലോ പൊതി കൊണ്ടുവരും. തെറ്റ്. പെന്തിക്കോസുകാർ, ഇതിനെതിരായ പെന്തിക്കോസുകാർ ഇവരെ ഇന്ന് ഇതിന്റെ പുറകെ നടക്കുക. വചനം പറഞ്ഞിട്ടുണ്ട്, നീ സത്യച്ചത് ഭക്ഷിക്കുവാണെങ്കിൽ അതിന്റെ തുല്യം എന്തുവാ? എന്തിനു തുല്യമാ? നായ്ക്ക് തുല്യം. നായെന്നാ നിന്നെ വിളിക്കേണ്ടത്. നിന്റെ സഭയെ നോക്കി വിളിക്കേണ്ടത് നായെന്നാ, നിന്നെ നോക്കി വിളിക്കേണ്ടത് നായെന്നാ. കാര്യം എന്തുവാ? നീ സത്യച്ചത് ഭക്ഷിക്കുക. നീ തന്നെ വിട്ടിട്ട് വന്നതാ. ഇന്ന് ചിലവർക്ക് പള്ളിയിൽ നിന്ന് വന്നിട്ട് പെന്തിക്കോസിലായോ എന്ന് സംശയമായിരിക്കുക. പെന്തിക്കോസിനകത്ത് പള്ളി പോലെ ആയിക്കൊണ്ടിരിക്കുക. പ്രിയ നമുക്ക്, നമുക്ക് കരോളും പരിപാടിയൊന്നുമില്ല, നമുക്ക് ആഘോഷങ്ങളൊന്നുമില്ല. നമുക്ക് ഒരാഘോഷമുള്ളൂ, യേശു വരും ചേർത്തുകൊള്ളും. ആ പ്രത്യാശയാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയെല്ലാം നിന്ന വാക്ക് കേട്ടിട്ടും പരിഹാസ വാക്ക് കേട്ടിട്ടും കഷ്ടങ്ങൾ വന്നിട്ടും പ്രതികൂലങ്ങൾ വന്നിട്ടും രോഗങ്ങൾ വന്നിട്ടും തളരാതിരിക്കുന്ന ഒറ്റ ഒരു കാര്യമുണ്ടോ? യേശു വരും, ഞാൻ യേശുവിനാൽ ചേർക്കപ്പെടും. ആ ഒരു പ്രത്യാശയോടാണ്. അതാണ് യഥാർത്ഥ പെന്തിക്കോസ്ത് സഭ. കാര്യം പഴയ പിതാക്കന്മാര് വില കൊടുത്തത്. കാര്യം ഒന്ന്, സൺഡേ സർവീസ് മുഖ്യസ്ഥാനമാണ് എന്ന് പറഞ്ഞ ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണ് സൺഡേ. സൺഡേ ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണ്. ഈ സൺഡേ പോയി ചെന്ന് വെള്ളിയാഴ്ച ആരാധിച്ചിട്ട് കാര്യമുണ്ടോ? സൺഡേ പോയി ചെന്ന് ശനിയാഴ്ച ആരാധിച്ചിട്ട് കാര്യമുണ്ടോ? സൺഡേ പോയി ബുധനാഴ്ച ആഴ്ച ഒരു ദിവസം ആരാധിച്ച പോലെ ഇല്ല. സൺഡേ എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ്. അന്ന് തന്നെ നീ ആരാധിക്കണം. ഞാൻ ജോലി പോകുന്നു, ഞാൻ ഓരോ കാര്യത്തിൽ എനിക്ക് എന്റെ ഫ്രണ്ടിൽ സൺഡേ വരുന്നു, ആ സൺഡേ മുടക്കാവുള്ളതല്ല. നീ അന്ന് ദൈവത്തെ ആരാധിക്കാനുള്ളത് 2-3 മണിക്കൂർ എനിക്ക് ദൈവത്തിന് കൊടുക്കാനുള്ളത്. കാര്യം എന്തുവാ? കഴിഞ്ഞ 7 ദിവസം എന്റെ ദൈവം എന്നെ പരിപാലിച്ചതാ. 7-ാം ദിവസം എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ദൈവത്തെ ആരാധിക്കണം. അതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോണം. അതിന് തടസ്സം കൊണ്ടുവരുന്നതിന് എനിക്ക് ജയിച്ചേ പറ്റൂ. എന്റെ ജോലി അതിന് അനുകൂലമായി തീരണം, എന്റെ ജോലി അനുകൂലമായി തീരണം, എന്റെ വിദ്യാഭ്യാസം അനുകൂലമായി തീരണം. ഞാൻ എവിടെ പോയാലും വന്നാലും എനിക്ക് എന്റെ ദൈവസഭ ഏൽപ്പിച്ചു കൊടുത്തേ പറ്റൂ. ദൈവത്തെ ആരാധിച്ചേ പറ്റൂ. അല്ല എങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥാനം അതിനു വേണ്ടി ഒരുക്കപ്പെടും. ഇന്ന് പാസ്റ്റർമാര് പറഞ്ഞു കൊടുക്കുന്നത്, ഓ ഞായറാഴ്ച
ഞായറാഴ്ച ആരാധിച്ചാലും കുഴപ്പമില്ല, ഇതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം നമുക്ക് ആരാധിക്കാം. ഈ കേരളം വിട്ടു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നമല്ല ഇതാ. ഇല്ല, നമുക്ക് ആരാധിക്കേണ്ട ഒരു ദിവസമുണ്ട്. അന്ന് നമ്മൾ ജോലി സ്ഥലത്തായിക്കോട്ട് ആ ദിവസം ഒരു 3 മണിക്കൂർ ഞാൻ മാറ്റി വെക്കും. ആർക്ക് വേണ്ടിയാ? ഞാൻ എങ്ങും പോയില്ലെങ്കിൽ എന്റെ റൂമിനകത്ത് മാറ്റി വെക്കും. ഞാൻ സമയം അതിനുവേണ്ടി സമയം കാണും, പ്രാർത്ഥിക്കും. കർത്താവ് അപ്പോഴും നിനക്ക് ഞായറാഴ്ച പോകാനുള്ള അവസരങ്ങളെ ആരും എനിക്ക് തരും. നമ്മൾ വില കൊടുത്താലേ കിട്ടത്തുള്ളൂ, വില കിട്ടാത്തേ കൊടുത്തിട്ടുള്ളൂ. അയ്യോ ജോലിയാണെന്ന് പറഞ്ഞല്ല, വില കൊടുക്കണം, വില കൊടുക്കുക. അയ്യോ എനിക്ക് പരീക്ഷയാ, എനിക്ക് പഠിത്തമാ, എനിക്ക് പോയേ പറ്റൂ, വില കൊടുക്കണം. പഴയ പിതാക്കന്മാർ പല നന്മകളും കണ്ടിട്ട് ആ നന്മയൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ദൈവത്തെ കാണുന്നതിന് അപ്പുറമായ ഒരു നന്മ ഈ ലോകത്തിൽ നിന്ന് പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് ഇറങ്ങി തിരിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ സഭ ബലപ്പെട്ടു വന്നത്, ഉയർന്നു വന്നത്. പഴയ പിതാക്കന്മാരെ മറന്നുപോകല്ലേ. പഴയ പിതാക്കന്മാർക്ക് പല നന്മകളും ഉണ്ടായിരുന്നു, അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു, ജോലികളും ഉണ്ടായിരുന്നു. അവരതിനെയെല്ലാം ചപ്പും ചവറുമായി കണ്ട് കളഞ്ഞിട്ട് വന്നിട്ട് അടിയായാലും ഇടിയായാലും മതി, ഏത് പ്രതികൂലമായാലും മതി, തെരുവിൽ കിടന്നാലും മതി, എന്നാലും ഞാൻ നിങ്ങളെ യേശുവിനെ ആരാധിക്കുമെന്ന് കണ്ട് ഇറങ്ങി തിരിച്ചതുകൊണ്ടാണ് ഇന്ന് നമുക്ക് വലിയ വിശാല ദൈവം തന്നത്. സ്തോത്രം. എനിക്ക് ജീവിക്കുന്ന പിതാക്കന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ടു പോയ അനേക പിതാക്കന്മാരെ എനിക്ക് ഇഷ്ടമാണ്. അവരുടെ പല കാര്യങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. അവരുടെ ചിട്ടായിട്ടുള്ള അടുക്കും ചിട്ടയായിട്ടുള്ള ലൈഫ് എനിക്ക് ഇഷ്ടമാണ്. പ്രൈസ് കാര്യം എന്തുവാ? ഒരു ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് എന്ത് വേണം? അടുക്കും ചിട്ടയും വേണം, അടുക്കും ചിട്ടയും വേണം. സ്തോത്രം. ക്രിസ്ത്യക്ക് അടുക്കും ചിട്ട ഇല്ലാത്തതുകൊണ്ട് വിവരമില്ലാത്ത കാര്യമെല്ലാം പറഞ്ഞു. സ്തോത്രം. അതിനോട് നമ്മൾ കൂട്ടിരിക്കത്തില്ല. അടുക്കും ചിട്ടയും വേണം. ഒരു ലൈഫിനകത്ത് എന്ത് കാര്യത്തിനകത്തും എന്ത് വേണം? ഒരു അടുക്കും ചിട്ട ദൈവപൈതലിൽ ഉണ്ടാവണം. ദൈവപൈതലിൽ ഫസ്റ്റ് പഠിക്കേണ്ട ഒരു കാര്യമാണ്. വിശ്വാസിയായാലും ദൈവദാസനായാലും ശുശ്രൂഷകനായാലും സ്തോത്രം വിശ്വാസിയായാലും അവൻ പഠിക്കേണ്ടത് എന്തുവാ? ഒരു അടുക്കും ചിട്ടയായിട്ടുള്ള ലൈഫ് പഠിക്കണം. ഞാൻ ആരാ? എന്നെ ഭരിക്കുന്നത് ആരാ? ഞാൻ എന്തായിരിക്കണം? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ സംസാരിക്കേണ്ടത്? എന്താ? മറ്റുള്ളവരെ പോലെ എനിക്ക് ആവാൻ പറ്റത്തില്ല. കാര്യം യേശു ക്രിസ്തു എന്റെ മേലുണ്ട്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ജനിച്ചിട്ടുണ്ട്. അപ്പൊ യേശു ക്രിസ്തു ഡിസംബർ 25-ാം തീയതിയാണോ ജനിക്കുന്നത്? നമ്മൾ എന്ന് ക്രിസ്തുവിനെ വിശ്വാസികൾ അന്ന് മുതൽ ആര് ജനിച്ചിട്ടുണ്ട്? യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ജനിച്ചിട്ടുണ്ട്. ആ സന്തോഷത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഏത് കരയേണ്ട അവസ്ഥ വരുമ്പോഴും ഞാൻ മാറി നിന്ന് കരഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ സന്തോഷത്തോട് പുറത്തു വരുന്നതിന്റെ കാര്യം എന്തുവാ? എന്റെ യേശു എനിക്ക് വേണ്ടി ജനിച്ചിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. തിരിച്ചറിയത്തില്ലായിരുന്നു ഞാൻ ഇന്ന് കരഞ്ഞോണ്ടിരുന്നേ. സ്വന്തം ഒരാളെന്നെ നോക്കിയിട്ട് നെഗറ്റീവായിട്ട് ചില മറുപടികൾ എന്നെ കുറിച്ച് പറയുമ്പോൾ ഞാനൊന്ന് കരഞ്ഞു. പക്ഷേ ഞാൻ ഇച്ചിരി ഒന്ന് പ്രാർത്ഥിച്ചപ്പോ എന്റെ നെഗറ്റീവ് എനർജി മാറി, ഞാൻ പോസിറ്റീവ് എനർജിയുമായിട്ട് പുറത്തു വന്നു. അവന്റെ വാക്കിനൊന്നും ഞാൻ വില കൊടുത്തില്ല. കാര്യം എന്തുവാ? യേശു എനിക്ക് വേണ്ടി ജനിച്ചിട്ടുണ്ട്. യേശു എനിക്ക് വേണ്ടി ജനിച്ചവരുണ്ട്. കുറെ പെന്തിക്കോസ്തുകാരുണ്ട് ഈ അവധി ദിവസമെല്ലാം ഉപവാസ പ്രാർത്ഥന വെക്കുന്നു. ന്യൂ ഇയറിന് അല്ലെങ്കിൽ സ്തോത്രം ഈ ക്രിസ്മസിന്, ഓണത്തിന്. ഇവിടെ ഓണത്തിനെല്ലാം അവധിയുള്ള ദിവസം പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകണ്ടേ, സന്തോഷിക്കേണ്ടതാ. അന്നല്ല നീ ഉപവാസം വെക്കണ്ടേ. സ്തോത്രം. തിരക്കുള്ള സമയത്ത് ഉപവാസം ഇരിക്കണം. കാര്യം അപ്പോഴേ നീ എന്ത് ചെയ്യത്തുള്ളൂ? വേർവിട്ടിരിക്കത്തുള്ളൂ. ആരുടെ അതിന്റെ കർത്താവിന്റെ സന്നിധി. നിനക്ക് പ്രിയാവുമ്പോഴായിരിക്കേണ്ട സ്ഥലമല്ല ദൈവസന്നിധി. നീ തിരക്കുള്ള സമയത്ത് ആ തിരക്കിനെ മാറ്റിവെച്ച് അതിലും വലിയ നന്മയിലേക്ക് ഞാൻ ഇരിക്കുന്ന പൂർണ്ണ ബോധ്യത്തോടെ ആ തിരക്ക് സമയത്ത് നീ ലീവ് എടുത്ത് വന്ന് ദൈവത്തിന് വില കൊടുക്കുമ്പോഴാണ് ആ ദൈവത്തിന് അത് പ്രസാദമായി. അതുകൊണ്ട് നിന്റെ സഭയ്ക്കകത്തെല്ലാം ചത്തിരിക്കുന്നത്. എത്രയെല്ലാം വലിയ പ്രാസന്മാരെ കൊണ്ടുവന്നിട്ട് സഭ ചത്തിരിക്കുക. കാര്യം എന്തുവാ? എപ്പോഴും ചാവുന്ന രീതിയാ. കാര്യം നിന്റെ പ്രവൃത്തി എല്ലാം ചത്ത അവസ്ഥയാ. നീ ചത്ത അവസ്ഥ ഇരിക്കേണ്ടവരല്ല. കാര്യം നീ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്, ജീവനുള്ള ക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ നിന്റെ സഭ ഉണർവുള്ളതായിരിക്കണം. നിന്റെ സഭയ്ക്കകത്ത് നെഗറ്റീവ് ഉണ്ടാവല്ലേ. നിന്റെ സഭയ്ക്കകത്ത് പോസിറ്റീവ് എനർജി ആയിരിക്കണം. നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് പോസിറ്റീവ് എനർജി ആയിരിക്കണം. നിന്റെ സഭയ്ക്കകത്ത് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവമക്കളെ ഭവനങ്ങൾ മേലും സഭയ്ക്കകത്ത് വരുന്ന ഓരോ ദൈവമക്കൾ മേലും പോസിറ്റീവ് ഉണ്ടാവത്തുള്ളൂ. നെഗറ്റീവ് വരുമ്പോൾ അവർ പോസിറ്റീവ് കാര്യമോ? അവനെ സഭ ഭരിക്കുന്നത് പോസിറ്റീവ് എനർജിയില്ല. കാര്യം അവനെ സഭ ഭരിക്കുന്നത് സ്വർഗത്തിലെ കർത്താവായ യേശുവാ. യേശു ഉള്ളടുത്ത് പോസിറ്റീവുള്ളൂ. അവിടെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാ. അവിടെ അസാധ്യമെന്ന് പറയുന്ന ഒരു വാക്കില്ല.
കർത്താവിന്റെ സന്നിധിയില് അസാധ്യമായില്ല. അയ്യോ എനിക്കത് കിട്ടുമോ, അയ്യോ എനിക്ക് അതിന് യോഗ്യത, അത് നല്ല കാര്യമാണ്. യോഗ്യതയില്ലെന്ന് പറയുന്നത് നല്ല കാര്യമാണ്. യേശു ക്രിസ്തു ഉള്ളിലുള്ളപ്പോൾ ദൈവമേ നിനക്ക് എന്തൊക്കെ അർഹതപ്പെടുന്നത് കിട്ടിയാലും അതിന് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് എന്റെ ദൈവം തന്നെന്നുള്ള തിരിച്ചറിവ് നല്ലതാ. പക്ഷേ കിട്ടുമോ എന്ന് നീ പറയണ്ട. യേശുവിന്റെ സന്നിധി തരാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല ഈ ലോകത്ത്. മനുഷ്യന് സകല അസാധ്യമെങ്കിൽ ദൈവത്തിന് സകലതും സാധ്യമാണ്. യഹോവയെ കഴിയാത്ത കാര്യമുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുക, നിനക്ക് ഇന്നത് തരാൻ വേണ്ടി എന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഇന്നും നീ എന്നോട് ചോദിച്ചാൽ അത് തരുവാൻ ഞാൻ ശക്തനാണ്. അങ്ങനത്തുള്ള ദൈവത്തെ നമ്മൾ വിളിക്കുന്നത്. ആ വാക്യം വായിച്ചു പോകല്ല, വാക്യമല്ല ജീവിതത്തിനകത്തോട്ട് പ്രാബല്യമായി തീരണം. ജീവിതത്തിനകത്ത് നിവൃത്തിയായി കിട്ടണം. അങ്ങോട്ട് പ്രാർത്ഥിക്കണം. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവും ആർക്കില്ല, ദൈവത്തിന്റെ സന്നിധിയില്ല. നോ എന്ന് പറയുന്നത് നമ്മളാ, നമ്മളെ ഭരിക്കുന്ന ചിന്തകളാ. നോ എന്ന് പറയുന്നത് നമ്മളെ ഭരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണെങ്കിൽ ഒരിക്കൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, നോ എന്ന് പറയത്തില്ല. നോ എന്ന് പറയത്തില്ല. മക്കളെ ഓർത്തോണം, നോ എന്ന് പറയുന്ന ഒരു വാക്ക് ദൈവമക്കളുടെ ഈ ഡിക്ഷണറിക്കകത്തില്ല. ഏത് വിഷയത്തിനകത്തും ആർക്ക് പരിഹാരം തരാൻ പറ്റും? കർത്താവിന് പരിഹാരം നൽകാൻ പറ്റും. നമുക്ക് ചില കാര്യങ്ങളിൽ മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട്, ബുദ്ധിമുട്ടാൻ പറ്റാത്തതുകൊണ്ട് ദൈവത്തിന് പറ്റത്തില്ലെന്ന് ഒരിക്കലും പറയില്ലേ. ദൈവത്തിനെല്ലാം പറ്റും. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുസരിച്ച് ആരനുഗ്രഹിക്കും? കർത്താവ് അനുഗ്രഹിക്കും. കർത്താവ് ഒരിക്കലും അനുഗ്രഹിക്കാൻ പോകത്തില്ല. സ്തോത്രം. എനിക്ക് ഈ ക്രിസ്മസ് മെസ്സേജ് ഇങ്ങനത്തെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. കാര്യം എന്തുവാ? ക്രിസ്മസ് ഇല്ലല്ലോ ദൈവമക്കളെ. സഭയ്ക്കകത്ത് കരോള് എന്തുവാ? നീ പള്ളിയിൽ നിന്ന് വന്നിട്ട് പിന്നെ ഇത് തന്നെ അത് ചെയ്യുന്നേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്റെ വീടിനകത്ത് ക്രിസ്മസിന്റെ സമയമാകുമ്പോഴേ ഞാനൊരു കാര്യമുണ്ട് ദൈവമക്കളെ. ക്രിസ്മസിന്റെ സമയമാകുമ്പോഴേ ആ കരോൾ ഇറങ്ങുമ്പോഴേ ഗേറ്റ് പൂട്ടിയിരിക്കും. എത്ര വന്ന് കൊട്ടിയെന്ന് പറഞ്ഞാലും ഞാൻ തുറക്കത്തില്ല. ലൈറ്റ് വേണം ചെയ്യും. സ്വന്തം കാര്യം എന്തുവാ? എനിക്ക് കരോളില്ല. കരോളില്ലാതെ ഞാൻ ഇവനെ വിളിച്ച് 100 രൂപ കൊടുക്കാൻ ഇല്ലാത്തോണ്ടല്ല, 100 200 കൊടുക്കാൻ വയ്യാത്തോണ്ടല്ല. ഇവനെ വിളിച്ച് എനിക്ക് കരോളില്ല, പിന്നെ എന്റെ വീട്ടിൽ എന്തിനാ വരുന്നത്? ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അല്ലയോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കരോളി ആടുന്നല്ലോ, നിങ്ങൾ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് പറ. എന്തുവാ ക്രിസ്മസ് എന്നൊന്ന് പറ. ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? കരോള് നിന്റെ പള്ളി നടത്തണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ബാബാപ്പായ അല്ല, അതെല്ലാം ചുമ്മാ ഒരു ഫെസ്റ്റിവൽ നടത്താനുള്ള, ആഘോഷം നടത്താനുള്ള സ്ഥലമാണോ മന്ദിരം? ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ ആലയം ദൈവത്തെ ആരാധിക്കാനുള്ളതാ. ദൈവവചനം വെളിപ്പെടുത്താനുള്ളതാ. അത് ഒരിക്കലും ഒരു മനുഷ്യന് തരാൻ പറ്റാത്ത സന്തോഷത്തിന് അപ്പുറത്ത് സന്തോഷം തരുന്നതാണ് ദൈവത്തിന്റെ ആലയത്തിനകത്ത് വ്യാപരിക്കേണ്ടത്. അല്ലാത്ത കാര്യം വ്യാപരിക്കാനുള്ളതല്ല ദൈവത്തിന്റെ ആലയം. കുറെ കളർ ബൾബും കെട്ടിച്ച് വെച്ച് ആദ്യമെല്ലാം ന്യൂ ഇയർ ആഘോഷത്തിനെല്ലാം നമുക്ക് താല്പര്യമെല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഇവിടെ കളർ കെട്ടണമെന്നെല്ലാം ഉണ്ട്. കെട്ടി കളറെല്ലാം വെച്ചു. പക്ഷെ ഇതെല്ലാം എടുത്ത് മാറ്റിയത് എന്തോന്നറിയാമോ? ഇതല്ല പ്രാധാന്യം. ഇവിടെ മാറണ്ടേ. ഇതിനകത്തിരിക്കുന്ന ക്രിസ്തു വെളിപ്പെടണം. ക്രിസ്തു വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്തിട്ട് ഇതൊന്നും വെച്ചാൽ വരത്തില്ല. കർത്താവ് സന്തോഷിക്കുന്നുമില്ല ഇതിനകത്ത്. അയ്യോ എന്റെ നാമം എന്നെ ഉയർത്തുന്ന, എന്റെ നാമം കർത്താവ് പറഞ്ഞിട്ട് എന്റെ നാമം എഴുത്ത അനേകർ എന്താവും? അവസാന നാൾ വരും, നിങ്ങൾ വഴിതെറ്റി പോകരുത്. സ്തോത്രം. എനിക്കൊന്ന് തിരുവല്ലയെ കണ്ട് കരോള് നടത്തിയപ്പോൾ തൂത്തുറക്കരുത് അയച്ചു. സ്തോത്രം. ഈ അയച്ചവർക്ക് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ജ്യൂസ് കഴിച്ചു കൊടുത്തത്. കാര്യം കറക്റ്റ് അവന്മാർ അയച്ചേ. കാര്യം എന്തുവാ? ഇറങ്ങാൻ പറ്റാത്തവന്മാർ ഇറങ്ങുന്ന കണ്ടപ്പോഴേ അടി തുടങ്ങിയത്. കരോൾ തെറ്റായിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ കരോൾ എന്ന് പറഞ്ഞ് ഇറങ്ങിയതിനെ അയച്ചത് നല്ല കാര്യമാണ്. അന്നേ കാലത്തൊഴുതി ക്രിസ്തു ധരിക്കത്തോളൂ. ഇവന്റെ എല്ലാ കയ്യില. കാര്യം എന്തുവാ? ഈ കരോളിലെ പൈസ കിട്ടിയിട്ട് വേണം അപ്പുറത്ത് പോയി മരുന്നടിക്കാൻ. അതിനുവേണ്ടി കുറെ ഇറങ്ങിയിട്ടുണ്ട്. കരോള ക്രിസ്തു ധരിച്ചെന്നാ പറയുന്നത്. കർത്താവിന്റെ നാമം ദുഷിക്കുക ചെയ്യുന്നത്. പ്രിയ മക്കളെ, കരോളില്ലാത്ത എനിക്ക് കരോൾ എന്തുവാ? എന്റെ ഭവനത്തിനകത്ത് സ്തോത്രം. ഒരാൾ ചോദിച്ചൊരു കാര്യം, എന്താ തുറക്കത്തില്ല. അതിൽ കുറഞ്ഞുള്ള ബന്ധം മതി, അതിൽ കുറഞ്ഞുള്ള സ്നേഹം മതി. കുഞ്ഞുങ്ങളായിട്ടിരുന്നപ്പോ ഇവർക്ക് കാണാൻ വേണ്ടി ഇവർ ജനലിന്റെ മേളിൽ കൂടെ ഇരുന്ന് നോക്കും. അപ്പുറത്തെ വീട്ടിൽ കയറുന്നത് കാണും. സ്തോത്രം. നക്ഷത്രം വെക്കും. എന്തുവാകും, ഇതിനെല്ലാം കാണിക്കുന്നത് പലപ്പോഴും ഓർക്കാറുണ്ട്. സ്തോത്രം. ക്രിസ്മസിന് വേണ്ടി ഇത്രയും പൈസ പൊട്ടിക്കുമോ?
ദൈവത്തെ ആഘോഷിക്കുകയല്ല. ദൈവത്തെ ആഘോഷിക്കേണ്ട അങ്ങനല്ല. ദൈവത്തെ ആഘോഷിക്കുന്നത് ഉള്ളുകൊണ്ട് ഏറ്റെടുക്കണം. ഉള്ളുകൊണ്ട് ഏറ്റെടുത്തവരുത്തൻ ക്രിസ്തു അവന്റെ ഉള്ളിൽ ജനിച്ചെന്ന് അവൻ തിരിച്ചറിഞ്ഞ പിന്നെ അവൻ എല്ലാ വർഷമല്ല, അവൻ എന്നും ആഘോഷിച്ചുകൊണ്ടിരിക്കും. ആ ആഘോഷം പുറത്തു കാണുന്ന ലൈറ്റോ പുറത്തു കാണുന്ന ആകാരമല്ല, അവൻ ദൈവമായിട്ടുള്ള പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കും അവൻ ആരാധിക്കുന്നത്. ആ ആരാധനയെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. തിരിച്ചറിയണം ദൈവമക്കളെ. ചില സഭകൾ ചെയ്യുന്നെന്ന് അറിയോ, ആ സഭ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാം. സ്തോത്രം. ഒരിക്കലും ചെയ്യല്ലേ. അവൻ എന്തോ ആയിക്കോട്ടെ, ഞാനും ദൈവമായിട്ടുള്ള ബന്ധം ഒരിക്കലും മാറത്തില്ല. ഞങ്ങൾക്ക് അവർക്ക് തുല്യമാവാനല്ല നമ്മൾ ഇറങ്ങി തിരിച്ചത്. നമ്മൾ ഇറങ്ങി തിരിച്ച് ആർക്ക് വേണ്ടിയാ? കർത്താവിന് വേണ്ടിയാ. പുറമേയുള്ള ആത്മീയതയൊന്നും ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ട ഉള്ളിൽ ആത്മീയമാണ്. ഉള്ളിൽ ആത്മീയതയുള്ളവനെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. സ്തുതി സ്തോത്രം പറയുന്നവനെയാണ് ദൈവത്തിന് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആഘോഷങ്ങൾ ചെയ്യുന്നവരെയോ അമികാലത്തെ കാര്യങ്ങൾക്കനുസരിച്ച് ചടങ്ങുകൾ മാറ്റുന്നവരെയോ അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടത്, ദൈവത്തിന് വേണ്ടി ജനിച്ചു. നമുക്കെന്നും ക്രിസ്മസ് അല്ലയോ? നമുക്കെന്നും ആഘോഷമാണ്. ഈ ആഘോഷം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ജീവനോട് ഇരിക്കത്തില്ലായിരുന്നു. ഈ ആഘോഷം ഇല്ലായിരുന്നെങ്കിൽ 2024 ജനുവരി മുതൽ ഈ ഡിസംബറിന്റെ ഈ അവസാനത്തെ ഞായറാഴ്ച വരെ നമ്മൾ വരത്തില്ലായിരുന്നു. ക്രിസ്തു എന്നും ജനിച്ചത് കൊണ്ട് ആഘോഷത്തിലാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് നമ്മൾ സന്തോഷവാനാ. നമ്മളെ എതിർക്കുന്നവർ, നിന്ദിക്കുന്നവർ, പരിഹസിക്കുന്നവർ അപ്പുറത്ത് മാറി നമ്മൾ വീട് പോയി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവന്റെ പെണ്ണിൽ കൂടെ നമ്മൾ സന്തോഷത്തിൽ കൂടെ പോകുന്നു. കാര്യം എന്തുവാ? ക്രിസ്തു എന്നിൽ ജനിച്ചത് കൊണ്ട്, ക്രിസ്തു എന്നിൽ മേൽ ജനിച്ചത് കൊണ്ട്, ആ അനുഭവത്തിൽ കൂടെ എന്നെ ക്രിസ്തു എന്നെ കൊണ്ടുപോകുന്നത് കൊണ്ട് എപ്പോഴും ഹാപ്പിയാണ് ഞാൻ. എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തളർത്താൻ പറ്റത്തില്ല. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തളർത്താൻ പറ്റത്തില്ല. ശത്രു അപ്പോഴും നോക്കോ, അയ്യോ വീട് പോയില്ല. കുറച്ചു കഴിയുമ്പോൾ ചാടി എഴുന്നേക്കും. കാര്യം എന്തുവാ? യേശു അവന്റെ ഉള്ളത്തിൽ ഉണ്ടെന്ന് അവനെ കൊണ്ട് തിരിച്ചറിയാൻ തുടങ്ങും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോ അവൻ മാനസികമായി തകർന്നിട്ടായിരിക്കും അവൻ പോയത്. പക്ഷെ അവൻ പ്രാർത്ഥിക്കാനിരിക്കാൻ തുടങ്ങിയപ്പോ അകത്തിരിക്കുന്ന യേശു അവനെ കൊണ്ട് ബലപ്പെടുത്താൻ തുടങ്ങി, സന്തോഷിപ്പിക്കാൻ തുടങ്ങി. ഉടനെ അവനെ മാനസികമായി ഇരുത്തിയ സകല വിഷയത്തിനകത്തും അവൻ ജയിച്ച് പുറത്തു വരും. നിന്നെ നിന്ദിച്ചവരും പരിഹസിച്ചവരും നിന്റെ തലമുറ എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് നിന്റെ തലമുറ മാനിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. നമ്മളെ തളർത്താൻ പറ്റുമോ? സ്തോത്രം. എല്ലാ വർഷവും ആഘോഷിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തളർന്നു നിന്ന് പോകുന്നത്. പല സഭയ്ക്കകത്ത് തളർന്നു പോകുന്നത്. പക്ഷെ തളർന്നു പോകാതിരിക്കണം എന്ത് ചെയ്യണം? ക്രിസ്തു ജനിച്ചത് എന്തെന്ന് തിരിച്ചറിയണം. ക്രിസ്തു ഉള്ളിടത്ത് എന്ത് ചെയ്യത്തില്ല? തളർന്നു പോകുന്നില്ല. ഒരു വാക്യം നമുക്ക് വായിക്കാം. കഴിഞ്ഞ ആഴ്ച വാക്യത്തിലേക്ക് നമുക്ക് വരാം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച് നിർത്തിയെടുത്തൊന്ന് വായിക്കാം. സ്തോത്രം. സ്തോത്രം. ശമരിയ സ്ത്രീയോട് ചോദിക്കുക, നിന്റെ ഫ്രണ്ടിൽ നിന്ന് നിന്നോട് ചോദിക്കുന്ന ആരെന്ന് നീ മനസ്സിലാക്കുക. ഇന്ന് പകല് പ്രിയ ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം മാത്രം വിളിച്ചു പറയുക. നമ്മൾ ആരെന്ന് തിരിച്ചറിയും. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതികൂലമുണ്ട്, പ്രയാസമുണ്ട്, രോഗമുണ്ട്, പ്രതിസന്ധിയുണ്ട്. അപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തുവാ? നമ്മൾ ആരാ എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ആരാ എന്ന് തിരിച്ചറിയുക. സ്തോത്രം. ഞാൻ സ്തോത്രം അമിതയുടെ പരീക്ഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സ്തോത്രം. പൊന്നു പറഞ്ഞു, സാക്ഷ്യത്തിനകത്ത് ഒരു വാക്കുകൂടെ പൊന്നു പറഞ്ഞു. എന്ത് പറഞ്ഞു? എനിക്കറിയാം പരീക്ഷ നടക്കുമെന്ന് എനിക്കറിയാം. എന്തായാലും ഇത് നടക്കാതെ പോകത്തില്ലെന്നറിയാം. എല്ലാവർക്കും അരമണിക്കൂറാണെങ്കിൽ 9 മിനിറ്റ് കൊണ്ട് പരിപാടി തീർത്തു. അപ്പൊ ആ പ്രതികൂലം വന്നത് നല്ലതിനല്ലയോ? ആ പ്രയാസം വന്നത് നല്ലതിനല്ലയോ? സ്തോത്രം. ആരുണ്ട്? പരീക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? പരിഹാരമുണ്ട്. സ്തോത്രം. നമുക്കൊരു പ്രയാസം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആര് പരിഹാരം വെച്ചിട്ടുണ്ട്? കർത്താവ് പരിഹാരം വെച്ചിട്ടുണ്ട്. കർത്താവ് പരിഹാരം വെച്ചിട്ടുണ്ട്. കർത്താവ് ഒരു വിഷയത്തിനകത്ത് എന്തില്ല? പരിഹാരമില്ലാത്ത വിഷയമില്ല. നമുക്ക് പ്രതിസന്ധി വരുമ്പോ ഓർക്കും, അയ്യോ കർത്താവിനെ കൈവിട്ടോ. ദൈവം ഒരിക്കലും നിനക്ക് നഷ്ടത്തിന് വേണ്ടി പ്രതികൂലം തരത്തില്ല. അത് ഇന്ന് പകൽ തിരിച്ചറിയുക മക്കളെ. എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി നഷ്ടത്തിന് വേണ്ടി പ്രതികൂലം വെക്കത്തില്ല. ആ നഷ്ടം ലാഭമാക്കുവാൻ വേണ്ടിയായിരിക്കും പ്രതികൂലം വെക്കുന്നത്. ഏതെങ്കിലും നഷ്ടങ്ങളെ ലാഭമാക്കി തരാനാ ഇന്നലെ ദൈവം ചെയ്യാനും നല്ലതാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മളൊരു ദൂരദേശത്തേക്ക് പോകാൻ വേണ്ടി ഇരിക്കുക. നമ്മൾ കുറച്ചു നേരം കൊണ്ട് ബസ് കാത്തിരിക്കുക. ബസ് വന്നില്ല. ഒരു ബസ് വന്നു, നമ്മളെ കേട്ടില്ല, അങ്ങ് വിട്ടുപോയി. നമ്മൾ കുറച്ചു നേരം കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക.
ഈ ബസ് വന്നപ്പോ നമ്മൾ വലിയ ആവശ്യത്തിൽ നമ്മൾ ആദ്യം ചെന്നപ്പോൾ നമുക്ക് കയറാൻ പറ്റി, നമ്മളെ കയറ്റിയില്ലെന്ന് കൂട്ടി, അതങ്ങ് വിട്ടുപോയി. നമ്മളോട് എന്റെ സമയമെല്ലാം പോയി, ഇനി ഇങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂർ പോയെന്ന് കൂട്ടി. അരമണിക്കൂർ വന്നപ്പോൾ അടുത്ത ബസ് വന്നു, നമ്മൾ കയറി. എന്നാലും നമ്മളെ മനസ്സിനകത്ത് മൊത്തം കിടക്കുക, ആ നേരത്തെ ബസ് എന്നെ വിട്ടുപോയി, എന്നെ കൊണ്ടുപോയി, എനിക്ക് നേരത്തെ പോരാ. ഇങ്ങനെ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ബസ് യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ കുറച്ച് ദൂരെ ചെല്ലുമ്പോൾ മറ്റേ ബാഗ്സ് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു. നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? അത് കേറാന് ഭാഗ്യം. ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ ബസ് കണ്ടു കാണത്തു പോലും ഇല്ല, ആക്സിഡന്റ് ഒന്നുമില്ല, അത് പോയി കാണും. അന്നാ നിങ്ങൾ അവസാനം വരെ നിങ്ങൾക്ക് അതിനകത്ത് വന്നാൽ എന്തെങ്കിലും താമസിപ്പിക്കുന്നത് നല്ലതിനാന്ന് ആദ്യം കൂട്ടുക. ഞാൻ ഇത്തിരി താമസിച്ചു വന്നാൽ താമസിച്ചു പോവാൻ ഇടവരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് കൂട്ടാം. ചിലപ്പോ ആ ബസ്സിൽ ഞാൻ യാത്ര ചെയ്യേണ്ടവനല്ല. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഓരോ മണിക്കകത്തും അവന്റെ ആഹാരം അവന്റെ പേര് എഴുതിയിട്ടുണ്ട്, അതേ അവന്റെ വയറ്റിൽ ചെല്ലത്തുള്ളൂ. നമ്മള് വീട്ടിൽ 4 അരിയിട്ട് ചോറ് വെച്ചാൽ നമ്മൾ 3 പേരത് കഴിച്ചാൽ 3 പേരുടെയും വയറ്റിൽ ചെല്ലുന്നത് പല നാണിയാണ്. അപ്പൊ അത് അവനവന്റെ വയറ്റിൽ ചെല്ലേണ്ടതേ ചെല്ലത്തുള്ളൂ, ഇല്ലയോ? ചെല്ലുവോ? വേറൊരാളെ ചെല്ലത്തില്ല, നമുക്കുള്ളതേ വരത്തുള്ളൂ. അപ്പൊ അതുവരെ ദൈവം പറഞ്ഞിരിക്കുക, പേരെഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ കർത്താവ് പറയുന്നതിന്റെ മുടിയെ എണ്ണിയിട്ടുണ്ട്. ഒരെണ്ണം നിലത്ത് പോകണമെങ്കിൽ ഞാൻ അറിയണം. ഒരു ദൈവമല്ല കരുതൽ കണക്കൂട്ടുക. മുടിയെ ആരെണ്ണിയിട്ടുണ്ട്? ഇതുവരെ ഒരു മനുഷ്യൻ കഴിയാത്ത കാര്യമാണ്. മുടിയെ എണ്ണി വെച്ചിട്ടുണ്ട്. കഷത്തിൽ തലേ നോക്കിയിട്ടല്ല മുടി എണ്ണി വെക്കണ്ടേ. മുടി ഉള്ളവൻ മുടി എണ്ണി വെച്ചേക്കുക. എണ്ണിയിട്ടുണ്ടോ? നമ്മൾ എണ്ണിയിട്ടുണ്ടോ? അന്ന് വീട്ടിൽ പണിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ 2-3 മണിക്കൂർ എണ്ണിയെ തീരുവോ? സ്തോത്രം, തീരത്തില്ല. അപ്പോഴത്രയ്ക്ക് കരുതലാണ് ആർക്ക്? ദൈവമക്കളെ കുറിച്ച്. അപ്പോഴേ ഒരു പ്രതികൂലം നിന്റെ ജീവിതത്തിനകത്ത് ഞാൻ ചിന്തിക്കുന്ന അങ്ങനെ, എനിക്ക് പോകാൻ പറ്റിയ ബസ്സല്ല, എന്തോ കാര്യങ്ങളാണ്, അതായിരിക്കും എന്റെ ദൈവം എന്നെ കേട്ടാൽ. അല്ലെങ്കിൽ അവിടെ വെച്ച് എനിക്ക് മടുപ്പ് വന്ന എന്റെ കാര്യം എന്തെങ്കിലും കാണും, എന്റെ ദൈവത്തിന്റെ പദ്ധതി കാണും. സ്തോത്രം. ഇങ്ങനെ ചിന്തിക്കത്തില്ല. നമ്മളോട് തന്നെ ദൈവത്തോട് പറയാതെ എനിക്ക് പോയാൽ മതിയായിരുന്നു, ഇത് വല്ലാത്ത പരിപാടിയായി പോയി. കംപ്ലൈന്റ് പറച്ചില്ല. ഈ കംപ്ലൈന്റ് പറച്ചിൽ എന്ന് മാറുന്നു അന്ന് ദൈവം ഇത് അനുഗ്രഹിക്കാൻ തുടങ്ങും. എല്ലാം നല്ലതിനാ. അങ്ങനെ വന്നത് നല്ലതിനാ. അങ്ങനെ വന്നത് കൊണ്ടാണ് എനിക്ക് നല്ലത് കിട്ടിയത്, ഇല്ലേ? സ്തോത്രം. സ്കൂട്ടറിൽ വരുമ്പോൾ പ്രതികൂലത്തിന്റെ മധ്യയിൽ അവര് 15 വരുമ്പോൾ സ്തോത്രം, അവരെ ഹെൽമെറ്റ് വെച്ച് വരുമ്പോഴും അവരുടെ ഓരോ പ്രതികൂലങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അവിടുത്തെ ഒരു 4 വീലർ കൊടുത്തു. അവർക്ക് ആശിച്ചറിഞ്ഞൊരു 4 വീലർ കൊടുത്തു. അവരതിനകത്ത് പഠിച്ച് എല്ലാം ഓക്കെ ആയി വന്നപ്പോൾ ചിലപ്പോൾ അത് റോഡിലൊക്കെ കിടക്കാൻ തുടങ്ങും. ഞാൻ ഒരുപാട് വിഷമിട്ടുണ്ട്. അവർ ഇവിടുന്ന് മീറ്റിങ്ങിന് കഴിഞ്ഞ് പോകുമ്പോഴും ചിലപ്പോൾ റോഡിൽ കിടന്നിട്ട് ചിലപ്പോൾ രാത്രിയിലല്ല വൈകിട്ടല്ല ആയി കഴിയുമ്പോഴായിരിക്കും അങ്ങനെ ചെല്ലുന്നത്. പക്ഷെ അവിടെ അവർക്ക് ദൈവം എന്തെങ്കിലും ആരെയും കൊണ്ട് സഹായം ചെയ്ത് എന്തെങ്കിലും എന്നെ ചെയ്ത് ദൈവം കൊണ്ടുപോകും. കുറച്ച് ടൈം അവിടെ പോയാൽ പോലും സ്തോത്രം. 15 ഇവിടുന്ന് പോകുമ്പോൾ പെട്ടെന്ന് പോയി ചോറണമെന്ന് പറയുന്ന ദിവസം അന്ന് വഴിയിലായിരിക്കും. സ്തോത്രം. അന്ന് അവിടെ കിടക്കും, കുറച്ച് വിശന്നിരിക്കട്ടെന്ന് ഓർക്കും. സ്തോത്രം. ചായ എല്ലാം കുടിച്ചിരിക്കട്ടെന്ന് ഓർക്കും, ഇല്ലയോ? സ്തോത്രം. എങ്കിൽ പോലും പ്രതികൂലം വന്നാലും കിടന്നു. പക്ഷേ അവരതിനകത്ത് കണ്ണുനീരൊഴുക്കി. ഒരു ദിവസം കിടന്നെന്ന് പറഞ്ഞ് കണ്ണുനീരൊഴുക്കിയെന്ന് പറഞ്ഞാൽ അവർക്ക് മറുപടി കിട്ടിയില്ല. ചില നാളുകൾ, ചില ദിവസങ്ങൾ അവർ കണ്ണുനീരൊഴുക്കി. വാഹനം കൊണ്ട് ഒരുപാട് തടസ്സം ഉണ്ടല്ലോ. ദൈവം അവർക്ക് ശ്രേഷ്ഠമായ പുതിയ വാഹനം കൊടുത്തു, ഇല്ലേ? പുതിയ വാഹനം കൊടുത്തു. കുറച്ചു നാൾ കഴിയുമ്പോൾ ആ വാഹനം പഴയതാവുമ്പോൾ ദൈവം അതിന്റെ പിന്നീട് കഴിയുമ്പോൾ ദൈവം എടുത്ത് മാറ്റി അടുത്തൊന്ന് കൊടുക്കും. ആരാ? കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും എല്ലാം എന്ത് ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നതാണ്. ഞാൻ പറയുന്നത് എല്ലാം ബുദ്ധിമുട്ടും ആഗ്രഹങ്ങളും പ്രയാസങ്ങളും പ്രതികൂലത്തിൽ കൂടെ എല്ലാം ദൈവജനം കടന്നു വരണം. എങ്കിലേ ദൈവം ചെയ്തതിനെ കുറിച്ച് മറക്കാതിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളെന്ത് മറന്നുപോകും. ദൈവം ചെയ്തത് മറക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ചില പ്രതികൂലം കേൾക്കണം, ചില നിന്ന കേൾക്കണം, ചില പരിഹാസത കേൾക്കണം. നമ്മളെ കുഞ്ഞുങ്ങളെ കുറിച്ച് വല്ല പറയണം. നമ്മളെ കുഞ്ഞുങ്ങളുടെ ഭാവി മാറുമ്പോൾ ആ നാക്ക് വെച്ച് തന്നെ തിരിച്ചു പറയുന്നത് നമുക്ക് കേൾക്കും. ഈ പറഞ്ഞവൻ തന്നെ ആയിരിക്കും തിരിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് 23-ാം സങ്കീർത്തനം, ശത്രുക്കൾക്കാകെ മേശ ഒരുക്കുന്ന ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. സ്തോത്രം. ഇന്ന് കേട്ടില്ലയോ? ദൈവത്തിന്റെ വചനം കേട്ടില്ലയോ? ദൈവം എനിക്ക് ബലവും തുണയുമാണെങ്കിൽ ഞാൻ ഒരു കഷ്ടവും അനർത്ഥവും എന്ത് ചെയ്യത്തില്ല, ഭയപ്പെടത്തില്ല.
എന്റെ ദൈവം എനിക്ക് തുണയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? അപ്പൊ ദൈവം എനിക്ക് തുണയല്ലാത്തതുകൊണ്ടാണ് കഷ്ടങ്ങൾ വരുമ്പോൾ ഞാൻ ഭയപ്പെടുന്നത്. ദൈവം എനിക്ക് തുണയാന്ന് അറിഞ്ഞാൽ ഞാൻ ഭയപ്പെടുവോ? സ്തോത്രം. കർത്താവ് ശമരിയ സ്ത്രീയോട് ചോദിക്കുക, നിന്റെ ഫ്രണ്ടിൽ നിന്ന് നിന്നോട് ചോദിക്കുന്ന ആരെന്ന് നീ ഒന്ന് തിരിച്ചറിയുക. ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ ചോദിക്കുക, നമ്മൾ ആരെന്നൊന്ന് തിരിച്ചറിയുക. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് യേശുക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ ലോകത്തെ മറ്റുള്ളവരെ കാണിക്കാൻ ഇറങ്ങി തിരിച്ചല്ല, നമ്മൾ ക്രിസ്തുവിനെ കണ്ടിറങ്ങിയതാണെങ്കിൽ പ്രിയ ദൈവമൈതലേ, നിന്നെ നിന്റെ കുടുംബത്തെ നിന്റെ തലമുറയെ ലജ്ജിപ്പിക്കുവാൻ ക്രിസ്തു അനുവദിക്കത്തില്ല. നിശ്ചയമായി ദൈവം നിന്നെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കും. ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. ലജ്ജിപ്പിച്ച് കളയുന്ന, അപമാനിച്ച് കളയുന്ന, പരിഹസിക്കുന്ന ഒരു ദൈവത്തെയല്ല ആരാധിക്കുന്നത്. പരിഹാസങ്ങളെ മാറ്റുന്ന ദൈവം, നിന്ദിക്കുന്നവരെയും അപമാനിക്കുന്നവരുടെ മധ്യയിൽ മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. നമ്മൾ ആരാധിക്കുന്ന ക്രിസ്തുവിന്റെ വലിപ്പം എന്തെന്ന് നമ്മൾ തിരിച്ചറിയേ. ക്രിസ്തുവിനെ കഴിയാത്ത ഒന്നും ഈ ലോകത്തിൽ ഇല്ലെന്ന് തിരിച്ചറിയേ. സ്തോത്രം. സമയം മാറ്റുവാനും സമയം കൂട്ടുവാനും കുറയ്ക്കുവാനും എടുക്കുവാനും നിർത്തുവാനും എല്ലാം ശക്തനായ ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കുന്നെങ്കിൽ നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരുത്തരും നമ്മളെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. സ്തോത്രം. അടുത്തത് പെട്ടെന്ന് വായിക്കാം. അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് പോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? ചിലപ്പോൾ ചില ദൂതുകൾ കേൾക്കുമ്പോൾ ചില ദൈവമക്കൾ ചോദിക്കാറുണ്ട്, ഇതെല്ലാം എനിക്ക് കിട്ടുമോ? എങ്ങനെ കിട്ടും? അപ്പോഴുള്ള ചിന്ത എന്ന് പറയുന്നത്, എന്റെ വിദ്യാഭ്യാസം ചിന്തിക്കും, എന്റെ ബന്ധങ്ങൾ ചിന്തിക്കും. അതിനെല്ലാം അപ്പുറത്തെയാ ആര്? കർത്താവെന്ന് കൂട്ട്. നിന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ഒരു ജോലി തരുന്ന ആ ദൈവവും അല്ല നീ വിളിക്കുന്ന ദൈവം. അതിനപ്പുറത്തെ ദൈവത്തെയാണ് നീ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതിനെയും മാറ്റി തിരുത്തുവാൻ കഴിവുള്ള ദൈവത്തെയാണ് വിളിക്കുന്നത്. ഏതിന്മേലും അത്ഭുതം ചെയ്യുവാൻ ശക്തനായ ദൈവത്തെയാണ് വിളിക്കുന്നത്. നിന്റെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും അവിടെ വിഷയമേ അല്ല. അവളോട് എടുത്തു വായിപ്പിക്കുക. അതിന് നിന്റെ പാത്രമില്ലല്ലോ, എങ്ങനെ കോരി തരുന്നത്? ഇത് ആഴമുള്ള കിണറാ. ഇത് ഞങ്ങളുടെ പിതാവായ യാക്കോബിന്റെ കിണറാ, യാക്കോബ് ഒഴിച്ച കിണറാ. ഇത് എങ്ങനെ തരാൻ പറ്റും? വെള്ളം എങ്ങനെ, ജീവനുള്ള വെള്ളം എങ്ങനെ തരാൻ പറ്റുന്നത്? അപ്പോഴും അവള് നിൽക്കുന്ന ആളിന്റെ വലിപ്പം അറിയുന്നില്ല, ചോദിക്കുന്ന ആളിന്റെ വലിപ്പം അറിയുന്നില്ല. യേശുവിനെ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, സ്തോത്രം, ഉപവാസമിരിക്കുന്നുണ്ട്, ആരാധന ആലയത്തിനകത്ത് പോകുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷെ യേശുവിനെ അനുഭവിക്കേണ്ട രീതിയിൽ അനുഭവിച്ചില്ലെങ്കിൽ ഈ ആരാധനയ്ക്ക് പോകുന്നതും വരുന്നതും ഒരു കാര്യമില്ല. നീ പോകുന്നെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിനെ അനുഭവിക്കണം. യേശുവിനെ അനുഭവിക്കുന്നുവെങ്കിൽ പതർന്ന അല്ലെങ്കിൽ നിന്നെ തകർക്കുന്ന ചില ചിന്തകൾ വരുമ്പോ നിനക്ക് ജയമെടുക്കുന്ന ചിന്തകൾ വരും. ആര് കൊണ്ട് തരും? യേശു കൊണ്ട് തരും. യേശു പറയും, ഞാനുണ്ട് ഇതിന്റെ കൂടെ, നീ പേടിക്കണ്ട. സ്തോത്രം. ഞാൻ അങ്ങനെ ജീവിക്കുന്നത്. ഏത് പ്രതികൂലത്തിന്റെ മധ്യയിലും ഏത് പ്രതിസന്ധിയുടെ മധ്യയിലും ചിലർ എന്നോട് പറയും, ഇങ്ങനെല്ലാം വിളിച്ചു പോയി ഒരുപാട് ശത്രുക്കളുണ്ട്, ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമല്ല, എനിക്ക് നല്ലോണം അറിയാം. ഈ ഇഷ്ടമില്ലാതെ എന്നെ നോക്കി ചിരിക്കുന്നതാണെന്ന് എനിക്കറിയാം, കൈ തരുന്നതാണെന്ന് എനിക്കറിയാം. ഞാൻ ഇവനെ ഒന്ന് കണ്ടിട്ട് പതറത്തില്ല. ഇവനെല്ലാം പറയും, ഞാൻ വീട് പോയി. പക്ഷെ ഞാൻ വീഴാത്ത കാര്യമൊന്നും, എനിക്ക് അതിലും ബലം തരുന്ന ഒരാളുടെ കൂടെ ഉണ്ട്. ചിലയിടത്തുനിന്ന് മാറ്റി നിർത്തുമ്പോ അകത്തുനിന്ന് ഒരാൾ പറയും, നീ പേടിക്കണ്ട, നിന്നെ ആർക്കും മാറ്റി നിർത്താൻ പറ്റത്തില്ല, ഞാനാ നിന്നെ വിളിച്ചിരിക്കുന്നു. പോരെ, ആ വാക്ക് പോരെ. അല്ലാതെ വേറൊരാൾ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചാൽ തീരുവോ? ഇല്ല. എന്നെ കെട്ടിപ്പിടിക്കേണ്ട ആരാ? എന്റെ കർത്താവാ, എന്റെ യേശുവാ. ഞാൻ ചാരിയിരിക്കേണ്ട യേശുവിന്റെ അടുത്താ. യേശു എന്നോട് പറയാ, നീ ഭയപ്പെടണ്ട. എന്റെ ഭയം ഇല്ലയോ? നമ്മൾ പലപ്പോഴും മനുഷ്യൻ പറയുന്നത് കേൾക്കാതെ ഇരിക്കുന്നത്. മനുഷ്യൻ പറയുന്നത് കേൾക്കുന്നതുകൊണ്ടാണ് വീണ്ടും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യേശു ഭയപ്പെടണ്ടെന്ന് പറയുന്നത് കേൾക്കാതിരിക്കെ. യേശു ഒരു വട്ടം പറഞ്ഞ പിന്നെ നമുക്ക് ഒരിക്കലും ചെയ്യത്തില്ല, ഭയപ്പെടേണ്ട വരത്തില്ല. ഭയം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിനകത്ത് വരത്തില്ല. സ്തോത്രം. നമ്മൾ ഏത് പ്രതികൂലത്തിനകത്ത് ജയിക്കും. സ്തോത്രം. ഇവിടെ എടുത്തമായി പറഞ്ഞു, നമ്മളെ പോലെ പറഞ്ഞു, എന്തുവാ കിണർ എന്ത് കയറെന്ത് ഞാൻ എനിക്ക് ഒരു തരണം, നിങ്ങൾക്ക് കുടിക്കണമെങ്കിൽ നിങ്ങൾ അപ്പോൾ പറയും, ജീവന്റെ വെള്ളം ഞാൻ തരാം. സ്തോത്രം. യേശുവിനോട് പോയിക്കുക. യേശുവിനെ അപ്പോഴും പറയുന്നുണ്ട്, നിന്റെ ഫ്രണ്ടിൽ ചോദിക്കുന്ന ആളാരാന്ന് നീ മനസ്സിലാക്കുക. സ്തോത്രം. സ്തോത്രം. ഇപ്പൊ എന്നോടൊരു വിഷയം വിളിച്ചു പറഞ്ഞാൽ അങ്ങോട്ട് ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിക്കുമ്പോൾ സ്തോത്രം ചോദിക്കുന്ന ആള്, അയ്യോ അതെങ്ങനെയാണ്
എനിക്ക് വല്ലതും പറയാൻ പറ്റൂ? ദൈവത്തിന് ആരല്ല പറയുന്നത്? ദൈവത്തിന്റെ ആത്മാവനോട് പറയുന്നത്. ദൈവം പറയുക, ദൈവത്തിന്റെ ശക്തമേറിയ ഭാഷ എന്നോട് പറയുന്നത്, നിന്നോട് പറയാൻ. ഞാൻ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും നെഗറ്റീവേ പറയത്തുള്ളൂ. എന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് പറയുന്നത് കൊണ്ടാണ് ഞാൻ പോസിറ്റീവായ കാര്യം പറയുന്നത്. നീ അതങ്ങോട്ട് ഏറ്റെടുത്ത വിടുക. സ്തോത്രം. അടുത്തത്, നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനും അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. സ്തോത്രം. കിണർ കൊടുത്ത ദൈവത്തിനല്ല പ്രാധാന്യം, കിണർ കുഴിച്ച യാക്കോബിനാ പ്രാധാന്യം. സ്തോത്രം. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാടിനല്ല പ്രാധാന്യം, കാടിൽ എഴുതിയിരിക്കുന്ന വാക്യത്തിനാ പ്രാധാന്യം. സ്തോത്രം. കാടിനല്ല പ്രാധാന്യം, കാടാണ് വാക്യം കാണിക്കുന്നത്. കാടിനകത്ത് പതിച്ചിരിക്കുന്ന വാക്യങ്ങളെ കാണിക്കുന്നത് കാടാ. പക്ഷെ കാടിനല്ല പ്രാധാന്യം, ആ വാക്യത്തിനാ പ്രാധാന്യം. ആ വാക്യം കാടായിട്ട് വെച്ചിട്ട് കാര്യമില്ല. ആ വാക്യം നിന്റെ ഉള്ളത്തിനകത്ത് ഏറ്റെടുക്കുമ്പോഴാ പ്രാധാന്യം. ഞാൻ ബൈബിൾ വായിച്ചിട്ട് കാര്യമില്ല, ആ ബൈബിളിന്റെ വാക്യം എന്റെ ഉള്ളിലേക്ക് ആഴമായി ഇറങ്ങുമ്പോഴാണ് അതിന് പ്രാധാന്യം ഉണ്ടാവും. ഇല്ലയോ? എനിക്ക് വിശപ്പുണ്ടാകത്തില്ല, ദാഹം ഉണ്ടാകത്തില്ല. കാര്യം എന്തുവാ? ദൈവവചനം എന്ന് പറയുന്ന ആഹാരം എന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ ചഞ്ചലപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന, പരിഹസപ്പെടുന്ന, അപമാനപ്പെടുന്ന വിഷയത്തിനകത്തൊന്നും എന്ത് ചെയ്യത്തില്ല, ഭയപ്പെട്ടു പോകുന്നില്ല. ഒരാളിനോട് പറയാ നീ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ ഭയപ്പെടത്തില്ല. ഭയപ്പെടുവോ? സ്തോത്രം. ഭയപ്പെടുവോ? ഭയപ്പെടുവോ? ഭയപ്പെടത്തില്ല. ഒരു വിറയലുമില്ല. കാര്യം എന്തുവാ? എന്നെ അമിഹാലിനെ അനുഗ്രഹിക്കേണ്ടതും ശപിക്കേണ്ടതും ആരാ? കർത്താവായ യേശു. മനുഷ്യനല്ല. ഒരു മനുഷ്യന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഒന്നും സാധിക്കത്തില്ല. ഒരു മനുഷ്യന്റെ ശാപം കൊണ്ട് എനിക്ക് ഒന്നും പറ്റത്തില്ല. കാര്യം എന്തുവാ? എന്നെ ശപിക്കേണ്ടതും അനുഗ്രഹിക്കേണ്ടതും ആരാ? യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എന്റെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുത്തു മാറ്റാൻ പറ്റത്തില്ല. ഉടനെ പുള്ളിക്കാരി പറയുക, യാക്കോബിന്റെ ആട്ടി വലിയവനാണോ? ഈ കിണർ കുഴിച്ച യാക്കോബിന്റെ ആട്ടി വലിയവനാണോ നീ? സ്തോത്രം. അതിലും വലിയവനാന്ന് യേശുവിന് മുമ്പേ പറയുന്നുണ്ട്. ആരെന്ന് നീ മനസ്സിലാക്ക്. പ്രിയ മക്കളെ, ദൈവസന്നിധി ഇരുന്നാലും, ദൈവത്തെ ആരാധിച്ചാൽ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും പലപ്പോഴും ക്രിസ്തു ആരെന്ന് ദൈവജനം അറിയേണ്ട രീതി അറിയാത്തത് കൊണ്ടാണ് വഴിതെറ്റി പോകുന്നത്. ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം, കൂടുതൽ അറിവുള്ളവരാ ഏറ്റവും കൂടുതൽ പാപം ചെയ്യും. കൂടുതൽ അറിവൊന്നും വേണ്ട ദൈവമക്കളെ. ഞാൻ പറയാലോ, ഈ വചനത്തിനകത്ത് കൂടുതൽ അറിവില്ല, കിട്ടിയ അറിവുമാണ്. പാപം ചെയ്യല്ലെന്ന് ഇത് പഠിപ്പിക്കുന്നു. പാപം ചെയ്യാതെ പോകും. പാപം ചെയ്യാതെ അതിനെ മുറുകി പിടിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നീ നിത്യത പ്രാപിക്കുന്നു പറയുന്നു. അതിനുവേണ്ടി ഓടും. അല്ലാതെ കൂടുതൽ ഇതിനകത്ത് ഗവേഷണം ചെയ്യാൻ നിൽക്കേണ്ട. നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിന്റെ മേൽ പാപം വരാൻ. ഈ കൂടുതൽ അറിവുള്ളവരാ പലരും, പല സംഘടനകളും, പല പ്രമുഖ ലീഡേഴ്സുമാണ് എന്ത് ചെയ്ത് തെറ്റിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ അറിവാണ്. സ്തോത്രം. കൂടുതൽ അറിവൊന്നും വേണ്ട, കുറച്ച് അറിവാണ്. ഈ കുറച്ച് അറിവിനകത്ത് അങ്ങ് മുറുകി പിടിച്ചാൽ മതി. ആരനുഗ്രഹിച്ചോളും? കർത്താവ് അനുഗ്രഹിക്കും. ഇത് ചുമന്നാൽ അനുഗ്രഹിക്കുന്നത് ആ മനസ്സിലാക്കി കഴിഞ്ഞ ഇതിനെ ചുമന്നാൽ ചെയ്യും. അടാ, ഇത് ചുമന്നിട്ട് ചുമക്കുന്ന നാണക്കേടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിക്കൂ. കർത്താവിന്റെ വചനം പറയുന്നു, എന്റെ നാമം പറയാൻ നീ ലജ്ജിക്കുന്നുവെങ്കിൽ ഞാൻ വരുമ്പോൾ നിന്നെ നോക്കി ലജ്ജിക്കും. ഞാൻ എവിടെയും ആരെ ഉയർത്തിക്കോണം? എന്റെ ക്രിസ്തുവിനെ ഉയർത്തിക്കോണം. എന്റെ ക്രിസ്തുവിനെ ഉയർത്തി. എനിക്ക് എത്രയെല്ലാം നന്മ കിട്ടിയാലും അനുഗ്രഹം കിട്ടിയാലും, അത് എന്റെ വിദ്യാഭ്യാസത്തിലായാലും, എന്റെ ബുദ്ധിയിലായാലും, എന്റെ കഴിവിലായാലും കിട്ടിയാലും ആരെ ഉയർത്തിക്കോണം? ക്രിസ്തുവിനെ ഉയർത്തിക്കോണം. ക്രിസ്തുവിനെ ഉയർത്തിക്കോണം. ഇല്ലയോ? 17 ദിവസത്തെ സാക്ഷി പറഞ്ഞല്ലേ? സ്തോത്രം. വിശ്വസിക്കും. സ്തോത്രം. ദൈവം ചെയ്തതാന്ന് പറ. എന്തും ദൈവം ചെയ്തതാന്ന് പറ. അല്പമായാലും വലുതായാലും പൂർണ്ണമായാലും ദൈവം ചെയ്താന്ന് പറ. ദൈവം നിശ്ചയമായി നീ അനുഗ്രഹിക്കും. സ്തോത്രം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സമയം പോയി. സ്തോത്രം. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേക്കാൻ ദൈവസ്ഥലേക്ക് ഒരു പൂർണ്ണ ഹൃദയത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഈ വചനത്തെ പോയി ചെയ്തിട്ടോ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. സ്തോത്രം. ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ ദൈവസ്ഥയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പാ പിതാവേ, ഞാൻ സംശയിക്കത്തില്ല. അപ്പാ, ദൈവം പറയുന്ന വാക്കുകളൊന്നും ഞാൻ സംശയിക്കത്തില്ല. അപ്പാ, ദൈവം പറയുന്ന വാക്കിനെ ഞാൻ വിശ്വസിക്കൂ. അപ്പാ, ഇന്ന് പൂർണ്ണ ഹൃദയത്തോട് ഞാൻ വിശ്വസിക്കൂ. അപ്പാ, എനിക്കത് പ്രാപിച്ചേ പറ്റൂ. അപ്പാ, എന്നെ അനുഗ്രഹിക്കുവാൻ എന്റെ ദൈവത്തിന് മാത്രമേ കഴിയൂ. മറ്റൊരുത്തിലും രക്ഷയില്ലപ്പാ. എന്റെ ബന്ധുക്കളോ, എന്റെ സ്വത്തുക്കളോ, എന്റെ സ്വന്തക്കാരോ, എന്റെ സുഹൃത്തുക്കളോ, എന്റെ നാട്ടുകാർക്കോ, എന്റെ സഭയ്ക്കകത്തോ ഒന്നും എനിക്ക് രക്ഷയില്ല. എനിക്ക് രക്ഷയുള്ളത് എന്റെ യേശുവിന്റെ പക്കല. എന്റെ യേശുവിനെ മാത്രമേ ഞാൻ ഏറ്റെടുക്കും. യേശു എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും.
പ്രാപിച്ച് ഇന്ന് പകൽ അപ്രകാരം ഒന്ന് മാറട്ടെ. ദൈവസന്നിധിയിലേക്ക് അപ്രകാരം ഒന്ന് ഏൽപ്പീര്. ദൈവമേ, ഈ വർഷത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച ഇന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോട് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുക. എന്റെ യേശു എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. എന്റെ യേശു എന്ത് പറഞ്ഞാലും ചെയ്യും. എന്റെ യേശു പറയുന്നത് മാത്രമേ നടക്കത്തുള്ളൂ. ഭൂമിക്ക് നാമമേയുള്ളൂ, ആകാശം താഴെ ഒരു നാമം മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു നാമം മാത്രമേ ഉള്ളൂ. ആ നാമത്തിന് മാത്രമേ എന്റെ കുടുംബത്തെ, എന്റെ തലമുറ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റെടുത്തു. ഇന്ന് ദൈവത്തിന്റെ കരം തൊടാൻ പോവുക. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോവുക. ദൈവത്തിന്റെ അത്ഭുതം 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 വ്യാപരിക്കാൻ പോവുക. ഇന്ന് പകല ദൈവത്തിന്റെ ദൂത് വെളിപ്പെടാട്ട്. ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടാട്ട്. സഭയ്ക്കകത്ത് വെളിപ്പെടാട്ട്. ദൈവമക്കളുടെ മേൽ വെളിപ്പെടാട്ട്. ദൈവജനത്തിനകത്ത് വെളിപ്പെടാട്ട്. ദൈവകാമി നഷ്ടപ്പെട്ടു പോയെന്ന് നേടി തന്ന ദൈവത്തിന് നന്ദി പറയുന്നപ്പ. അവൻ നഷ്ടങ്ങളെ ലാഭമാക്കിയ ദൈവത്തിന് നന്ദി പറയുന്നപ്പ. ഇന്ന് പകൽ ഓരോ കുടുംബത്തിനകത്ത് ആ ദൈവത്തിന് ദൂതിറങ്ങട്ടെ. ദൈവത്തിന് ദൂതിറങ്ങട്ടെ. ദൈവത്തിന് ദൂതിറങ്ങട്ടെ. അങ്ങോട്ട് ഏറ്റെടുത്ത് പാർട്ടിയില് ദൈവം മനുഷ്യന്റെ കുടുംബത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുത്തുകൊണ്ട ദൈവമാ. അപ്പ പിതാവെ, നഷ്ടമാവുമെന്ന് ചിന്തിച്ചത് വീണ്ടെടുത്തുകൊണ്ട ദൈവമാ. അതേപോലെ ഓരോ കുടുംബത്തിനകത്ത് നിന്ന് പകൽ ദൈവത്തിന് ദൂത് പറയുക. നഷ്ടപ്പെട്ടു പോയി തീർന്നു പോയതിന് വീണ്ടെടുത്ത് തരുന്ന ഒരു ദൈവത്തിന് സാക്ഷ്യമായി പകൽ കേട്ടതെങ്കിൽ ഇന്ന് പകൽ ഓരോ കുടുംബത്തിനകത്തും ദൈവത്തിന്റെ ആലോചന നിവർത്തിയാകട്ടെ.